കൂലി ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാത്തിരിപ്പ്. നമ്മള് ഈ ലോകേഷ് കനകരാജ് എന്ന പേരിൽ മാത്രമാണ് ഞാൻ ഇതിൽ ടിക്കറ്റ് എടുക്കുന്നത്. ഇതിൽ രജനീകാന്തിന്റെ പടം, രജനീകാന്ത് ലോകേഷ് കനകരാജിന്റെ ഒപ്പം ചെയ്യുന്നു എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഞാൻ ടിക്കറ്റ് എടുക്കുന്നത്. ആൻഡ് ഒബ്വിയസ്ലി ഇതിന്റെ കാസ്റ്റിംഗ് ആണ് ഇതിന്റെ വലിയൊരു ഇമ്പോർട്ടന്റ് ഘടകം. ഇത്ര ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യാനും രജനീകാന്തിന്റെ പടം വരുമ്പോ തന്നെ അതിന്റെ റീച്ച് കിട്ടി. പക്ഷെ പല ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇപ്പം ജയിലറിൽ കണ്ടതുപോലെ അതേപോലെ ഒരു ടെംപ്ലേറ്റ് ആണ് ഇതിലും ലോകേഷ് കനകരാജ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം. സോ അപ്പൊ തന്നെ അതിന്റെ റീച്ച്, അതിന്റെ ഹൈപ്പ് ആൻഡ് LCU എന്നുള്ളൊരു ഫാക്ടർ, ലോകേഷ് കനകരാജിന്റെ ആ ഒരു യൂണിവേഴ്സ് ആണോ ഈ പടം, ഇത് സ്റ്റാൻഡ് അലോൺ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിങ്ക് ഉണ്ടോ, ആൻഡ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. അപ്പോ അതൊക്കെയാണ് ഈ സിനിമയുടെ ഇത്രയും ഹൈപ്പ്. ഓക്കെ, അപ്പൊ എന്തായാലും സിനിമയിലേക്ക് വരുന്ന സമയത്ത് ആസ് എക്സ്പെക്ടഡ് ഓരോ കഥാപാത്രങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ കണ്ട കുറെ ട്രെയിലർ കണ്ട ഓരോ കഥാപാത്രങ്ങളായിട്ട് വന്നു. സൗബിൻ, നാഗാർജുന വന്നു, സൗബിൻ വന്നു, തലൈവ വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പക്ഷേ സംഭവം എന്താ വെച്ചാല് ഇതൊരു ടെംപ്ലേറ്റ്, ഒരു പക്ക ഒരു സെയിം ടെംപ്ലേറ്റിൽ ഉണ്ടാക്കിയ പടം എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് പേഴ്സണലി. ബിക്കോസ് ഇതില് എന്താണ് കൂലിയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ വെറൈറ്റി ആയിട്ട് വേറെ എന്തെങ്കിലും സംതിങ് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ പേഴ്സണലായിട്ട് അങ്ങനെ ഡിഫറെന്റ് ആയിട്ടൊന്നും തോന്നിയില്ല. എവിടെയൊക്കെ എല്ലായിടത്തും ഇപ്പൊ നമ്മൾ കാണുന്ന തമിഴ് പടത്തിൽ, നമ്മൾ കാണുന്ന തെലുഗു പടത്തിലൊക്കെ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ ഉണ്ടായിരുന്നുള്ള ഒരു ടെംപ്ലേറ്റ്, ആ ഒരു ടെംപ്ലേറ്റ് പടം തന്നെയാണ് കൂലി. പിന്നെ രജനീകാന്ത് വന്ന് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ തലൈവർ സ്ക്രീനിൽ വരുന്ന സമയത്ത് ഒബ്വിയസ്ലി എല്ലാ പടത്തിലും രജനീകാന്ത് കാണിക്കുന്ന അതേ സ്റ്റൈൽ, അതേ കാര്യങ്ങൾ ഇതിലും ഉണ്ട്. പാസമുണ്ട്, അല്ലെങ്കിൽ ആക്ഷൻസ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, ചെറിയ ചെറിയ കോമഡികൾ, അദ്ദേഹത്തിന്റെ കോമഡി നമുക്കറിയാം. ആൻഡ് ആക്ഷന്റെ കാര്യം ഞാൻ വലിയ രീതിയിലൊന്നും പറയുന്നില്ല. ഒരു 75 വയസ്സുകാരന് ഇതിനും അപ്പുറം ആക്ഷൻ ചെയ്യാനൊന്നും പറ്റൂല, അത് ലോകത്ത് ആരായാലും. സോ അതേപോലെ രജനീകാന്തും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ മൂപ്പരുടെ സ്റ്റൈൽ നമുക്കറിയാം, അങ്ങോട്ട് പോയി തല്ലണമെന്നൊന്നുമില്ല, എല്ലാരും ഇങ്ങോട്ട് വന്നിട്ട് തട്ടി മുട്ടി വീണോളും, തല തിരിഞ്ഞ് വീഴും, തല മുട്ടി വീഴും. അതിനൊന്നും യാതൊരു പ്രശ്നമില്ല, എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്തോളൂ. പിന്നെ ഇതില് എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ രജനീകാന്തിന്റെ ഒരു ഫാൻ, അത്ര വലിയ ഫാനൊന്നും അല്ല, അദ്ദേഹത്തിന്റെ വലിയൊരു ഫാനൊന്നും അല്ല. പക്ഷെ കാണുന്ന സമയത്ത് ഒരു ഓറ, ഒരു സ്വാഗ് ഉണ്ട് മൂപ്പർക്ക്, അത് എന്തായാലും ഉണ്ട്. ആൻഡ് ഞാൻ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചത് സൗബിന്റെ ഒരു ആക്ടിങ് കാണാൻ, അല്ലെങ്കിൽ നാഗാർജുനനെ കാണാൻ. ഈ രണ്ടുപേരാണ്. പിന്നെ നമ്മുടെ ഉപേന്ദ്ര കന്നഡ ഇൻഡസ്ട്രിയിലെ ഉപേന്ദ്ര. സോ സൗബിൻ ഫസ്റ്റ് വന്നു. സൗബിന്റെ ആക്ടിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു ക്യാരക്ടറാണ്, നല്ല ഉടനീളമുള്ളൊരു ക്യാരക്ടർ, നല്ല ഇമ്പോർട്ടന്റ് ഒരു ക്യാരക്ടറാണ്. മൂപ്പർക്ക് കിട്ടിയ ക്യാരക്ടർ നല്ല അടിപൊളി ഡീസന്റ് ആയിട്ട് പക്ക ഒരു സൈക്കോ വില്ലനിസം സംഭവങ്ങൾ ഉടനീളമുണ്ട്. ഈവൻ ക്ലൈമാക്സ് വരെ എന്താണ് നമ്മുടെ സൗബിൻ ഉണ്ട് എന്ന് പറയാം. സോ പക്ക ഇത് കഴിഞ്ഞിട്ട് എന്തായാലും കുറെ സിനിമകളിൽ സൗബിനെ കാണാൻ പറ്റും. തമിഴ് സിനിമകളിൽ എസ്പെഷ്യലി വില്ലന്മാരായിട്ട് വില്ലനിസം കൂടെ തന്നെ കൊണ്ടുപോകാനുള്ള ചാൻസ് എന്തായാലും സൗബിനുണ്ട്. ആൻഡ് കമ്മിങ് ടു ദ കിങ് നാഗാർജുനന്റെ സ്വാഗ് ആൻഡ് ദ സ്റ്റൈലിഷ്, എഗെയിൻ ഞാൻ പറയുന്നു ദാറ്റ് സ്റ്റൈൽ. ഈവൻ രജനീകാന്തിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ലുക്ക്, നമ്മുടെ നോട്ടം മുഴുവൻ മൂപ്പറിലേക്കായിരിക്കും. അജാതി സ്റ്റൈലിഷ് ഒരു ക്യാരക്ടർ, സൈമൺ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. ആൻഡ് ദ സ്റ്റൈലും കോസ്റ്റ്യൂം ആണെങ്കിലും മൂപ്പറുടെ ലുക്ക് ആണെങ്കിലും വേറെ രക്ഷയില്ല. അജാതി ഒരു വില്ലൻസ്. ആൻഡ് ഫൈറ്റ് ആണെങ്കിലും വേറെ ലെവലിൽ ചെയ്തു വെച്ചിന്. പക്ഷേ ഞാൻ പറയും എക്സ്പ്രഷൻ വൈസ് അല്ലെങ്കിൽ ആക്ടിങ് വൈസ് നോ, എനിക്ക് ഇംപ്രസ്ഡ് ആയില്ല. അറിയാം, നാഗാർജുന ഒരു ലെവലുണ്ട്. നാഗാർജുന ഇത്രയും നല്ലൊരു ക്യാരക്ടറാണ് മൂവി കിട്ടിയത്. സൈമൺ എന്നില്ല, എത്രയോ നമുക്ക് എന്തൊക്കെ ചെയ്യാം. പക്ഷെ ഒരു ലിമിറ്റഡ് ആയിരുന്നു എല്ലാത്തിനും. ഈവൻ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻ ആണെങ്കിലും ആക്ടിങ് ആണെങ്കിലും ഈവൻ ഡയലോഗ് ഒക്കെ മൂപ്പര് തമിഴിലാണ്, മൂപ്പരനെ ഡബ് ചെയ്തതാണ്. അപ്പൊ തമിഴിൽ തന്നെയായിരുന്നു ഫുൾ ഡയലോഗ്. അപ്പൊ തമിഴിന്റേതായ കുറച്ച് ഡയലോഗിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് മാറ്റി നിർത്തിയാൽ നമുക്ക് ഇടക്ക് വരേണ്ട ആ ഒരു എക്സ്പ്രഷൻ, ആ ഒരു വില്ലനിസം ഇല്ല, പക്ക ഒരു വില്ലൻ, സൈക്കോ വില്ലൻ. ഇപ്പൊ വിജയ് സേതുപതി നമ്മൾ ഇതിൽ ചെയ്തു വിക്രത്തിൽ, അതൊക്കെ വേറെ ലെവൽ വില്ലനിസം ആയിരുന്നില്ലേ? ആ ഒരു എക്സ്പ്രഷൻ വൈസ്, ആക്ടിങ് വൈസ് അതൊക്കെ തട്ടിച്ചു നോക്കുമ്പം നാഗാർജുന നോട്ട് ദാറ്റ് എന്നെ ഇംപ്രസ്ഡ് ആയില്ല. പക്ഷെ സ്റ്റൈൽ വൈസ് ഹി വാസ് നദർ ലെവൽ സ്റ്റൈലായിരുന്നു. അത് സത്യരാജിന് വലിയ റോളൊന്നുമില്ല, എന്നാലും ഇമ്പോർട്ടന്റ് ആയ റോള് തന്നെയാണ്. കാര്യങ്ങൾ മൂപ്പർക്ക് ചെയ്യാനാവുന്ന രീതിയിൽ മൂപ്പർ ആ ക്യാരക്ടർ ചെയ്തു വെച്ചിട്ടുണ്ട്. വലിയ രീതിയിലൊന്നും പറയാനില്ല. ആൻഡ് ശ്രുതി ഹസനോട് ഒരു കാര്യം പറയാനുള്ളൂ. നിങ്ങൾ ഈ സാധാരണ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു റോള്, ആ റോള് നിൽക്കുന്ന സമയത്ത് ഒരു ലിപ് ഫില്ലറും വെച്ച്
ഇങ്ങനെയുണ്ട്. ഈ ഡൊണാൾഡ് ഡക്കൊക്കെ പോയില്ലേ, അതേപോലെയാണ്. വളരെ അരോചകമായിട്ടാണ് തോന്നുന്നത്. അതും വെച്ചിട്ട് ലിപ് ഫില്ലറും ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ കരയാണ്, മൂങ്ങുകയാണ്. കരച്ചിൽ സീനൊക്കെ ഒരുമാതിരി അരോചകം. ലൈക്ക് ആ ഫില്ലർ ഇങ്ങനെ കാണടേ, നമുക്ക് മനസ്സിലാവുന്ന മുഖത്ത് ഇങ്ങനെ കാണാം. മുഖം തന്നെ മാറി എന്തോ ഒരു ലുക്കിലാണ് ഉള്ളത്. ഇവരെ കൊണ്ടുവന്നിട്ട് ഈ ലിപ് ഫില്ലറും വെച്ച് കരയിപ്പിക്കുന്ന സീൻ എന്നുള്ള പറഞ്ഞാൽ ഓക്കെ, കണ്ടിരിക്കാം. പിന്നെ പക്ഷെ അരോചകമാണ്. പക്ഷെ എന്താണ്, ഒരു ഉടനീള ക്യാരക്ടറാണ്. നമ്മൾ ബാലയ്യന്റെ കൂടെ പോലെ ചെയ്ത പോലെ അങ്ങനത്തെ ക്യാരക്ടറൊന്നല്ല, ഉടനീള ക്യാരക്ടറാണ്. കുറച്ച് ഇമോഷണൽ രംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അഗൈൻ ഞാൻ ഇമോഷണൽ രംഗം വരുമ്പോൾ ഈ സാധനം വന്നിങ്ങനെ നിൽക്കുകയാണ് ലിപ് ഫില്ലറും കൊണ്ട്. അപ്പോഴാണ് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്നത്. ബാക്കി ഉടനീള ക്യാരക്ടറാണ്, അങ്ങനെ പോകുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയും, ഇത് നിങ്ങളൊരു LCU പക്ക ഒരു ലോകേഷ് യൂണിവേഴ്സ്, സിനിമ യൂണിവേഴ്സിന്റെ ഒരു ഫാൻ ആണെങ്കിൽ, കൈദിയുടെ ഫാൻ ആണെങ്കിൽ, വിക്രത്തിന്റെ ഫാൻ ആണെങ്കിൽ, റോളക്സിന്റെ ഫാൻ ആണെങ്കിൽ, മേ ബി ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്താൻ സാധ്യതകളുണ്ട്. സാധ്യതയാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ക 100% ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് കൈയടിക്കാനുള്ള സീൻസ് ഉണ്ട്, നിങ്ങൾക്ക് വിസിലടിക്കാനും കൈയടിക്കാനും രോമാഞ്ചിഫിക്കേഷനും ട്വിസ്റ്റ് ആൻഡ് ടേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം പക്കയാണ്. അങ്ങനെ സ്ക്രിപ്റ്റിൽ അങ്ങനെ ബാധിക്കുന്ന രീതിയിലൊന്നും എഴുതി വെച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല, നല്ല രീതിയിൽ എടുത്തു പോയിട്ടുണ്ട്. പക്ഷെ ലോകേഷ് കനകരാജ് എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് LCU കടന്നു വരും ഓട്ടോമാറ്റിക് ആയിട്ട്. പക്ഷെ അത് മൂപ്പരും പറഞ്ഞിട്ടുണ്ട് ഇത് സ്റ്റാൻഡ് ലോൺ പടമാണെന്നുള്ളത്. സോ പക്ക ഒരു കൂലി എന്നുള്ളത് സ്റ്റാൻഡ് ലോൺ പടമായിട്ട് തന്നെയാണ് അവർ എടുത്തിട്ടുള്ളത് തന്നെയാണ്. സോ ഇതിൽ വേറൊരു ക്രോസ് ഓവർ എന്താണ് ക്യാരക്ടർ ക്രോസ് ഓവറോ കാര്യങ്ങളോ അതിലോ അങ്ങനെ ഒന്നുമില്ല. ഇത് പക്ക ന്യൂ ഒരു ക്യാരക്ടർ പൊസിഷനും കാര്യങ്ങളും അതിന്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഇതിൽ LCU പ്രതീക്ഷിച്ചിട്ട് ഒരു കണക്ഷൻ ഉണ്ടോ, പിന്നെ റോളക്സ് വരും, ഇനി കൈത് വരും, അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ട് പോകണ്ട. അതിൽ ഒരു മണ്ണാങ്കട്ടയോ ഇല്ല. മണ്ണാങ്കട്ട ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ എന്തോ എക്സ്പെക്ട് ചെയ്ത് എവിടെയെങ്കിലും ഒരു ലിങ്ക് കൊടുക്കുവോ ഇല്ലത്. പക്ഷെ കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ മേ ബി ഇത് കുറച്ചും കൂടി ഒരു പമ്പ്, ഒരു ഫീൽ, ഒരു വെരട്ടി എന്നുള്ളത്. ഇതിൽ ഏറ്റവും അവസാനത്തേക്ക് വരുന്നതാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തിരുന്ന, അല്ലെങ്കിൽ ദ പവർ ഹൗസ് ഓഫ് കൂലി എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ദയ എന്നല്ല പേര്, ദഹാൽ അങ്ങനെ ഒരു ക്യാരക്ടർ, നമ്മുടെ അമീർ ഖാന്റെ ഒരു വരവാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. വരവും ആ ഒരു ബിൽഡപ്പും കാര്യങ്ങളൊക്കെ വേറെ ലെവൽ, വേറെ മാറി. മൂപ്പര് ആ ഒരു ലാസ്റ്റ് ഇൻട്രോയില്, ക്ലൈമാക്സിലാണ് വരുന്ന മൂപ്പര്. എല്ലാവരും ഇൻട്രോയും കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് അമീർ ഖാൻ വരുന്നത്. ദ ബോസ്, ദ മാസ്ക ബാപ്പ്, അതായത് തലവൻ. മൂപ്പര് വരുമ്പോൾ ബിൽഡപ്പും സീൻസും കാര്യങ്ങളും കുറച്ച് ആ 2-3 ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ ലെവൽ, വേറെ സ്വാഗ്. മൂപ്പരെ ലുക്കും അറിയാലോ, ബോഡി ബിൽഡ് ഒന്നും ആയിട്ടല്ല, പക്ഷെ ആ ടാറ്റും കാര്യങ്ങളും ഡിഫറെന്റ് ലുക്കിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വളരെ എന്താണ് എഴുതി വെച്ചത് എനിക്കറിയില്ല. ലോകേഷ് കനകരാജ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടറിന് അമീർ ഖാനിലേക്ക് പോയി. എന്നാൽ അമീർ ഖാനിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണ്ടേ മൂപ്പർക്ക്? അമീർ ഖാനെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമില്ലല്ലോ. ലൈക്ക് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് വരുന്നത്. എന്താ വെച്ചാല് ഓക്കെ, പടമല്ല ഓക്കെയാണ്, ഇന്റർവെല്ല് വരെ മുമ്പും അങ്ങനെ എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട്. ഇന്റർവെല്ലിന് ശേഷം നല്ല പഞ്ചും കാര്യങ്ങളും സ്റ്റണ്ടും കാര്യങ്ങളും വിസിലടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എഗെയിൻ ലാസ്റ്റ് ക്ലൈമാക്സ് നന്നായില്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മൾ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. മൊത്തം ആ ഒരു സിനിമേനെ ബാധിച്ച പോലെ തന്നെ ആ ഒരു ഫീല് കിട്ടും. അതുകൊണ്ട് ക്ലൈമാക്സ് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ടു ബി ഫ്രാങ്ക്, ഇങ്ങനെയല്ല, കുറച്ചും കൂടിയൊക്കെ മെനയാക്കി കൂടുതലൊക്കെ പണ്ണായിരുന്നു. ഇത് ഒരുമാതിരി പണ്ണരുത്, ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലൊരു എന്താണ് പറയുക, ഒരു വേറെ രീതിയിലൊക്കെ എഴുതിക്കൂടെ? ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉണ്ട്, സ്റ്റാർഡം ഉണ്ട്, അത് അമീർ ഖാനൊക്കെ വിളിച്ചു വരുത്തി. പിന്നെ നമ്മൾ എന്താണിത്, ഇത്രയും നന്മമരമുള്ള അല്ലെങ്കിൽ ഇത്രയും ഒരു പാവത്താനായ ഒരു വില്ലനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. ഇത്രയും ബിൽഡപ്പ് വന്നിട്ട് ഇത്രയും നന്മ മനസ്സിലുള്ള ഒരു വില്ലനെ എന്റെ ജീവിതത്തിൽ സിനിമയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും പാവപ്പെട്ട ഒരു പാവ മനുഷ്യനാണ് ഈ ഒരു അമീർ ഖാൻ അവതരിപ്പിച്ച ഒരു കഥാപാത്രം. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, അത് സ്പോയിലർ ആയി പോകും. എന്തായാലും കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ച് രീതിയിലൊക്കെ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ടുവന്ന് അത്തരത്തിലുള്ള ഒരു കണക്ഷനൊക്കെ കൊടുത്ത് ചെയ്യാമായിരുന്നടേ. ഇത് അവസാനം ഒരു പാസം ലെവലിലാണ് ഇത് അവസാനിപ്പിക്കുന്നത്. ആൻഡ് ഇതിൽ കുറച്ച് AI ജനറേറ്റർ കാര്യങ്ങളൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കും, നമ്മൾ ട്രെയിലർ കാണിച്ച പോലെ കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ഉപേന്ദ്ര എപ്പോ വരും ഒരു സീൻ ഇങ്ങനെ ബിൽഡ് ചെയ്ത് അവസാനം ഉപേന്ദ്രയിലേക്ക് എത്തുന്ന ഒരു സീൻ ഉണ്ട്, ഒരു സ്റ്റണ്ട് ഫൈറ്റ് സീനാണത്. അതിൽ ഉപേന്ദ്രന്റെ ഒരു വരവും ആ ഒരു ഗെറ്റപ്പും ലൈക്ക് ആ ഒരു ഇൻട്രോ ഉണ്ടല്ലോ, അത് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ഇൻട്രോ ആയിരുന്നു. പക്ഷെ സ്റ്റണ്ട് മാത്രമേ മൂപ്പർക്ക് ചെയ്യാനുള്ളൂ, വേറെ ഒന്നുമില്ല. രജനീകാന്തിന് വേണ്ടി സ്റ്റണ്ട് ചെയ്യുക, അവസാനം ഒരു ഡയലോഗ് പോലും മര്യാദക്കില്ല ഉപേന്ദ്രക്ക്. ആ രീതിയിലാണ് ചെറിയ 1-2 ഡയലോഗ്, അണ്ണ ആ ഒരു ഡയലോഗ് മാത്രമേ ഉള്ളൂ. ആൻഡ് സോ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എനിക്കിപ്പം ജയിലറോ ആണോ ഇതാണോ ഇഷ്ടപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഞാൻ ജയിലർ എന്ന് പറയും. ബിക്കോസ് ജയിലറിന്റെ ആ ഒരു
കൊണ്ടുവന്ന ക്യാമിയോസ് ലൈക്ക് മോഹൻലാൽ ആണെങ്കിലും ലാലേട്ടൻ ആണെങ്കിലും ശിവരാജ് കുമാർ എന്തൊരു ആക്ടറാണ്, എന്തൊരു സ്വാഗ്. ആ മുണ്ടെടുത്ത് വരുമ്പോ തന്നെ അത് മതി, വേറെന്താ വേണ്ടത്. പിന്നെ വിനായകന്റെ പെർഫോമൻസ് അത് പക്കാ വില്ലനിസം എന്ന് പറയുന്ന സമയത്ത് അതിലും കുറെ കൺസേൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇതിലേക്ക് വരുമ്പോൾ പക്ക സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. ലൈക്ക് തുടക്കം മുതൽ ആ ഒരു ഒടുക്കം വരെ ഒക്കെ ഓക്കെ ആയിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ. പക്ഷെ ക്ലൈമാക്സിൽ വന്ന സമയത്ത് ക്ലൈമാക്സ് ഇംപ്രസ് ആയില്ലടേ, ഞാൻ ഇംപ്രസ് ആയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആൻഡ് മേ ബി LCU എക്സ്പെക്ട് ചെയ്തത് കൊണ്ടാണോ ഇനി അത് LCU നിങ്ങൾ എടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ആ ലാസ്റ്റ് ഒരു സിനിമ എൻഡ് ചെയ്യുന്ന സിനിമയുടെ ജീവൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എപ്പോഴും ഒരു ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സിൽ നിങ്ങൾ എത്ര എൻഗേജിങ് ആയിട്ട് നിങ്ങളിങ്ങനെ പിടിച്ചിരുത്തി ഒരു തിയേറ്റർ വിട്ട് പോകുന്ന സമയത്ത് എന്താ മോനെ വിക്രം എന്നെല്ലാം പറയുന്നത്, ആ വിക്രത്തിന്റെ ക്ലൈമാക്സ് അല്ലെങ്കിൽ കൈദിയുടെ ക്ലൈമാക്സ് അതൊക്കെ വേറെ ലെവൽ സാധനമായിരുന്നു. സോ എനിക്ക് തോന്നുന്നു കൈദിയുടെ മുകളിൽ വെക്കാൻ അല്ലെങ്കിൽ റോളക്സിന് മുകളിൽ വെക്കാൻ അല്ലെങ്കിൽ വിക്രത്തിന് മുകളിൽ വെക്കാൻ പാടുപെടും തമിഴ് സിനിമ എന്ന് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കണ്ട് രേഖപ്പെടുത്താം കേട്ടോ. ബിക്കോസ് ഇത് എല്ലാവർക്കും മേ ബി മിക്സ്ഡ് റെസ്പോൺസ് ആയിരിക്കും വരുന്നത്. ചില ആൾക്ക് ഇഷ്ടപ്പെടാം, ചില ആൾക്ക് നല്ല അടിപൊളി അടിപൊളി ഒരു എന്താണ് ഒരു സംഭവം കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ചില ആൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത് എന്തുകൊണ്ടെന്ന് ഡിഫറെന്റ് റീസൺസ് ആയിരിക്കും. എനിവേ നിങ്ങൾ പോയിട്ട് നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളെ താഴെ നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്റെ അഭിപ്രായം ഇതാണ്. ആൻഡ് ഇതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം, ഒരു സ്ത്രീ കഥാപാത്രം ഉണ്ട് കേട്ടോ, ഒരു സൈക്കോ വെറുത്തനമാന ഒരു സ്ത്രീ കഥാപാത്രം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. സോ തലവരെ വാഴ്ത്തുക്കൾ.